ഈ പറയാൻ പോകുന്ന 10 ദിക്റുകൾ ജീവിത വിജയത്തിന്റെ നിദാനമായ ജീവിത വിജയ മന്ത്രങ്ങളായ ദിക്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്റുകൾ ആരാണോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ ജീവിതങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. കാരണം നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളൊക്കെ ഇത്തരം ദിക്റുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയപ്പോൾ നഷ്ടപ്പെട്ട സമാധാനം അവർക്ക് തിരിച്ചു ലഭിക്കാൻ തുടങ്ങി, അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ തുടങ്ങി, അവരുടെ ഏതേതു പ്രതിസന്ധികളെയും സമാധാനങ്ങളെയൊക്കെ തിരിച്ചു വരാൻ കാരണമായ അത്ഭുതങ്ങളുടെ കലവറകളായ വിജയമന്ത്രങ്ങളായ ആ ദിക്റുകളാണ്, ആ 10 ദിക്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 10 ദിക്റുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കണം. അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്റുകളെയൊക്കെ ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ദിവസങ്ങളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാനും അതിനെ തരണം ചെയ്യാനും നമുക്ക് ധൈര്യമേകുന്ന ദിക്റുകളായിട്ട് ഈ ദിക്റ് നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ അല്ലാഹുവിനോട് നമുക്ക് ദുആവും ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടാകില്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ട് ബിസി എന്ന് കാണിക്കും. നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നാലേ ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ബുക്കിംഗ് എടുത്തവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ ഖൈറിലേക്ക് അടുപ്പിക്കട്ടെ. നമ്മള് ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറയുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ സ്വലാത്തുകൾ പറയുമ്പോൾ ചില അത്ഭുത ദിക്റുകൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്ന ചില അത്ഭുതങ്ങളുടെ കലവറകളായ ദിക്റുകളൊക്കെ പറയുമ്പോൾ കൂടുതൽ ആളുകൾ ആവേശത്തോടുകൂടെ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും പകർത്താനും അതുമായിട്ട് നാവ് കൊണ്ട് ജാരിയാകാനൊക്കെ തീരുമാനിക്കുന്നത് കാണുമ്പോൾ ഇത്തരം ദിക്റുകളെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പലരും നമ്മൾ ചില സ്വലാത്തുകൾ പറയുമ്പോൾ ആദ്യമായിട്ട് ചില സ്വലാത്തുകൾ കേൾക്കുന്നവരുണ്ട്. ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങളുണ്ടല്ലോ, അതിൽ ചില സ്വലാത്തുകൾ ആദ്യമായിട്ടാണ് പലരും കേൾക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശം, ഇങ്ങനെയും ഒരു സ്വലാത്തുണ്ടോ, ഇതിന്റെ മഹത്വങ്ങൾ ഇങ്ങനെയാണോ, എന്നാൽ ഞാനത് പകർത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ പറയുമ്പോൾ നിങ്ങളത് പകർത്താൻ വേണ്ടി തീരുമാനിക്കുകയും അപ്പോൾ നിങ്ങളത് ചൊല്ലുമ്പോൾ നമ്മളത് അറിയിച്ചു തന്നതല്ലേ. അപ്പോൾ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ ആ നന്മ അറിയിച്ചു കൊടുത്തവർ അത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന്റെ തത്തുല്യമായൊരു പ്രതിഫലം നമുക്കും ലഭിക്കും. അത് അവരിൽ നിന്ന് ഒട്ടും കുറയാതെ ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 10 ദിക്റുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ദിക്റുകളെ കുറിച്ച് പറയാനിരുന്നാൽ ധാരാളം പറയാനുണ്ടാകും. പക്ഷേ ഓരോ ദിക്റിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. പല ദിക്റുകളും കടങ്ങൾ വീടാനുള്ളതുണ്ട്, രോഗങ്ങൾ മാറാനുള്ളതുണ്ട്, ഏതു ശത്രുവിന്റെ അക്രമങ്ങളും കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളും നിഷ്പ്രഭമാകാനുള്ള ദിക്റുകളുണ്ട്. അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയായ ഒരുപാട് ദിക്റുകളുണ്ട്. പക്ഷേ ഓരോന്നും പറയുമ്പോൾ അതിന്റെ മഹത്വങ്ങൾ നമ്മൾ പറയണല്ലോ. അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ദിക്റുകളൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം, ഇത് മുമ്പ് പതിവാക്കുന്നവരായിരിക്കാം, നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന വിറുതുകളിലൊക്കെ ഉള്ള ദിക്റുകളായിരിക്കാം. ജീവിതത്തിൽ ഇതൊക്കെ പകർത്താൻ വേണ്ടി ശ്രമിക്കൂ. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൊന്നാമത്തത്, ഞാനിതൊന്നും ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല, അത് ഇൻഷാ അല്ലാഹ് ഒരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്ത് അത് കൃത്യമായിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഓരോ ദിക്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് മഹാനരായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കലേ ഒരാൾ വന്നിട്ട് പറയാ, അങ്ങയുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന്. അപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു എന്നോട് അങ്ങനെ ചെയ്യില്ല,
അപ്പൊ ചോദിച്ചു, എന്താണ് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാനുള്ള കാരണം? അത് നിങ്ങളുടെ വീടിനടുത്ത് അതെന്താ അങ്ങനെ ഒരു കാരണം? വീട് കത്തില്ല എന്ന് ഉറച്ചു പറയാൻ കാരണം എന്താ? നിങ്ങളുടെ വീടിനടുത്ത് വരെ എത്തിയപ്പോ ആ തീ ഞാനാണ് അതിനെ കെടുത്തിയത്. അപ്പോ അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസവും എന്നോടൊരു ദുആ ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ദുആ ആണ് എന്റെ ധൈര്യം. ആ ദുആ ഞാൻ എന്റെ ജീവിതത്തിൽ നബി തങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അൽഹംദുലില്ലാ. അതുകൊണ്ട് എനിക്ക് വളരെയധികം ധൈര്യമുണ്ട്. എന്റെ വീട് അങ്ങനെ കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന്. നിങ്ങൾ നോക്കൂ, അവര് ചൊല്ലുന്ന ദിക്റിന്റെ ഒരു ആത്മാർത്ഥത എത്രമേലുണ്ടാകും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മകൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മോട് അയൽവാസികളോ മറ്റോ വന്നിട്ട് പറയാണ്, നിങ്ങൾ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം, കാരണം നിങ്ങളുടെ മക്കള് ചെറിയൊരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗരവമുള്ള വിഷയമാണെങ്കിലും അങ്ങനെയാണല്ലോ പറയുക. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ധൈര്യമുണ്ടോ? അല്ല, എന്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കൂല, കാരണം ഞാനൊരു ദിക്ർ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്റെ മക്കളുടെ കാവലിന് വേണ്ടി ചൊല്ലാറുള്ളതാണ്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലല്ലോ. ആ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ ഒരു ദിക്റിനെ കുറിച്ച് അറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമുക്ക് പകർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ മഹാനരായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ വീട് കത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല, എന്നോട് മുത്തുനബി തങ്ങൾ അരുളിയിട്ടുള്ള ഒരു ദുആ ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചതുമില്ല. ആ ഒരു തീ പടർന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു വീടിന്റെ അടുത്ത് വരെ എത്തിയപ്പോ ആ തീയെ കെടുത്തപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കും ചില ദുആ. ആ ദുആ ആണ് ആദ്യമായിട്ട് നമ്മളിവിടെ പറയുന്നത്. ആ വളരെ ശ്രേഷ്ഠതയുള്ള ദുആ, ആ അബൂദർദ റളിയല്ലാഹു അൻഹു വീട് കത്താതിരിക്കാൻ കാരണമായ, എല്ലാ ഭാഗങ്ങളും കത്തിയമർന്നപ്പോഴും ഒരു നിലക്കും കത്താതിരിക്കാൻ കാരണമായ ദിക്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം മാഷാ അല്ലാഹു കാൻ وما لم يشأ لم يكن أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما എന്ന് പറഞ്ഞിട്ടുള്ള ആ ദുആ മഹാനരായ അബൂദർദ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ ദിവസങ്ങളിലും അബൂദർദ പകർത്താറുണ്ടായിരുന്നു. ആ ധൈര്യത്തിന്റെ പേരിലാണ്. ഇപ്പൊ നമ്മൾ എത്രയോ കാവലുകളുടെ ദിക്ർ പറഞ്ഞു. ഇതൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ മഹാന്മാർ മുത്തുനബി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചത്. ഇങ്ങനെ മഹത്തുക്കൾ പറഞ്ഞ ദിക്റുകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിക്റുകളെയൊക്കെ ചേർത്തു പിടിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ ദിക്ർ അതാണ്. രണ്ടാമത്തത് ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഖളർ നബി എന്നാണ് സാധാരണ എല്ലാവരും പറയല്. ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതുപോലെ തന്നെ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ദുആ ആണ്. അത് വളരെ പ്രസിദ്ധമായ ഒരു ദുആ ആണ്. അത് വലിയ കാവല് നൽകാൻ കാരണമാകുന്ന ദുആ ആണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇതിനെ 3 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ വലിയ കാവൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ് ആ ദുആ? ആ ഒരു ദിക്ർ എന്നറിയോ? വളരെ പ്രസിദ്ധമായൊരു ദുആ ആണത്, ദിക്റും കൂടെയാണ്. ആ ദിക്റാണ് നമ്മൾ പറയുന്നത്. ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മഹാനരായ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ദുആ. അവരൊക്കെ വലിയ വലിയ പ്രവാചകന്മാരാണ്, അമ്പിയാക്കൾ. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ദുആ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് കാണാതെ പഠിക്കാനും ഒക്കെ കഴിഞ്ഞാലേ അത് വലിയ ഭാഗ്യല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണെന്നറിയോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പകർത്തുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇതൊക്കെ കേട്ടവരായിരിക്കാം.
നിങ്ങൾ ഇതിൽ ഏതൊക്കെ ദുആകൾ നിങ്ങൾക്ക് പരിചയമുണ്ട്, ഏതൊക്കെ പകർത്തുന്നതാണ്, ഇനി മുതൽ എന്തെല്ലാം ചെയ്യുന്നുള്ളതൊക്കെ എഴുതി അറിയിക്കും. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് لا يسوق الخير إلا الله. بسم الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله لا حول ولا قوة إلا بالله العلي العظيم. سبحان الله وبحمده سبحان الله العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ഈ മഹത്തായ ഈ ഒരു ദുആ മഹാനരായ ഖളുർ അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈ മഹത്തുക്കളായ അമ്പിയാക്കളൊക്കെ പകർത്തിയിരുന്ന ദുആ ആയിരുന്നു ആ ദുആ. അതുകൊണ്ട് തന്നെ ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വളരെയധികം പവിത്രത, വളരെയധികം മഹത്വങ്ങൾ, വളരെയധികം കാവലുകൾ നമുക്കുണ്ടാകാൻ കാരണമാകും. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ദുആകൾ നമ്മൾ പറഞ്ഞു. മറ്റൊരു ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ മക്കൾക്ക്, പുത്രിമാർക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത വളരെ ശ്രേഷ്ഠമായ ഒരു ദുആ ഉണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം ولا حول ولا قوة إلا بالله العلي العظيم. ما شاء الله كان وما لم يشأ لم يكن. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. ഇതൊക്കെ നമ്മൾ വിർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ നമ്മൾ അതിലൊക്കെ ചൊല്ലാറുള്ള പല ദിക്റുകളും ദുആകളും ഇതിലുണ്ട്, അതിലില്ലാത്തതും ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് വിർദുൽ ലത്തീഫൊക്കെ ചൊല്ലുന്നവർക്ക് അതിലൂടെ തന്നെ ചൊല്ലാം. അതിലൊക്കെ ചിലതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂന്നാമത്തെ ദുആ നമ്മൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ അറിയുള്ളവരാണോ ഇത് പഠിക്കുക, ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ ഒരു ദിക്ർ നമ്മളിപ്പോ പറഞ്ഞത് രാവിലെ ചൊല്ലിയവൻ വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലിയവൻ നേരം പുലരുന്നത് വരെയും അള്ളാഹു പ്രത്യേക ഹിഫ്ള്, ഒരു സുരക്ഷിതത്വം അവന് നൽകും എന്നുള്ളതാണ്, ചൊല്ലുന്നവർക്ക് നൽകും. അപ്പൊ നല്ല ദിക്റാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്, നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചൊല്ലുന്നതിൽ പെട്ടവയുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുത്തെ കരളിന്റെ കഷ്ണം എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദുആ ഉണ്ട്. അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ളതാണ്. ഇതും നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ വിറുതുകളിലൊക്കെ കൊണ്ടുവരാറുള്ളതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് فأصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. ഇത് നമ്മളെ വിർദുൽ ലത്തീഫിലുള്ളതാണ്. വിർദുൽ ലത്തീഫ് ചൊല്ലുന്നവർക്ക് രാവിലെ അത് അതിൽ വെച്ച് ചൊല്ലുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ ഹദ്ദാദ് റാത്തിബ് ഉണ്ടായതുകൊണ്ട് വിർദുൽ ലത്തീഫ് നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് വളരെ സവിശേഷമായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. മുത്തുനബി തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ നമുക്കും നമ്മുടെ പെൺമക്കൾക്കും നമ്മുടെ മക്കൾക്കൊക്കെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചു കൊടുത്തൂടെ? നബി തങ്ങൾ അവിടുത്തെ ഫാത്തിമക്ക് റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ എന്താ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാവൂലേ? ഈ ആധുനിക കാലഘട്ടത്തിൽ അവസാന കാലഘട്ടം ആഖിറുസ്സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കെട്ടകാലത്താണ് നാമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടകാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളിലേക്ക് ആത്മീയതയും ദീനും കൈവരിയണമെങ്കിൽ നമ്മൾ ഇത്രയും ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ അടുക്കലേക്ക് ഇവിടെ ഒരുപാട് കേസുകൾ ഓരോ ദിവസങ്ങളും വരുമ്പോൾ അതിലൊക്കെ പ്രധാനമായിട്ട് മക്കൾ വഴിപിഴച്ച എത്രയോ അനുഭവം, ഒന്നല്ല രണ്ടല്ല,
100 ഒരുപാട് അനുഭവങ്ങൾ. മക്കൾ വഴിപഴച്ചതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നിന്നും +2 എന്നൊക്കെ പബ്ലിക് എക്സാം എഴുതിയിട്ട് ആ എക്സാമിൽ നാട്ടുകാർ കാണിക്കെ മദ്രസയിലെ പൊതുപരിപാടിയിൽ വെച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ദീന് നല്ലോണം കൊടുത്ത് വളർത്തിയ മക്കളൊക്കെയാണ് പിന്നീട് റിയാലിറ്റി ഷോകളിൽ കാണുന്നത്, പിന്നീട് ഡാൻസ് ബാറുകളിൽ കാണുന്നത്, പിന്നെ പബ്ബുകളിൽ കാണുന്നത്, വഴി പിഴച്ചവരായിട്ട് കാണുന്നത്, ദീന് വലിച്ചെറിഞ്ഞ് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നതും മറ്റു അന്യമതസ്ഥരോടുകൂടെ ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണുന്നത് ഹജ്ജ് ചെയ്ത ഹാജിമാരുടെയും ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മമാരുടെയൊക്കെ മക്കളായിട്ട് വളർന്നവരാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല തർബിയത്ത് കൊടുക്കണം. എങ്ങനെ തർബിയത്ത് കൊടുക്കണം? കൃത്യമായി ദീനീ ചിട്ടയിൽ വളരാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം. അതിനേക്കാളും ഉപരി അവരുടെ നാക്കുകൾ സ്വലാത്തുകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടൊക്കെ ധന്യമാകണം. അത് ചെറുപ്പം നാളിലെ ചിട്ടയിൽ കൊണ്ടുവന്ന് ഓരോ നിമിഷവും നോക്കി വളർത്തണം. നമ്മുടെ 2 കണ്ണുകൾക്ക് പുറമെ ദ തേർഡ് ഐ എന്ന് പറയുന്ന 3ാമതൊരു കണ്ണ് നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം. അവരെ അലോസരപ്പെടുത്താതെ, അവരെ ബുദ്ധിമുട്ടാക്കാതെ, സ്നേഹത്തോടെ ലാളിത്യത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്ന കണ്ണായിരിക്കണം അത്. ചില കേസുകളിൽ നമ്മൾ ഇങ്ങനെയും കാണുന്നുണ്ട്. മാതാപിതാക്കള് കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ മക്കള് വഴിപിഴച്ചു പോയത്. 2 സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട് പല കേസുകളും അന്വേഷിച്ചപ്പോൾ. അതേപോലെ തന്നെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ വഴിപിഴച്ചവരും കൂടുതൽ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ വഴിപിഴച്ചവരും ഉണ്ട്, ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ട്. അവർ 2 ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മീഡിയം ലെവലിൽ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ ചെറിയ തെറ്റുകൾ ചെറുപ്പം നാളിലെ കാണുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാതെ അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അവിടെയാണ് ഇന്ന് പല മാതാപിതാക്കൾക്കും പിഴക്കുന്നത്. അപ്പോ നല്ല നിഖാബിലും നല്ല ഹിജാബിലും നല്ല മറയിലൊക്കെ നടന്നിരുന്ന നല്ല മുത്തഖീങ്ങളായ പെൺകുട്ടികൾ തന്നെ പിന്നീട് ആ ഇസ്ലാമിന്റെ വേഷങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഔറത്ത് കാണിച്ച് തലമുടിയൊക്കെ പുറത്ത് മുഴുവനായിട്ട് കാണിച്ച് ഷോർട്സ് ഒക്കെ ധരിച്ച് നടക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ അവരെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളത് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിലേക്ക് മുത്തുനബി തങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക്, ഞാനും എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ നമ്മുടെ മക്കൾ ഇത്തരം വഴികേടിലേക്ക് സഞ്ചരിക്കാതിരിക്കാൻ അത് കാരണമാകും. അപ്പൊ ഇപ്പൊ ഒരു 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള പെൺകുട്ടികളോടൊക്കെ പറഞ്ഞാൽ കേൾക്കൂല. നേരെ മറിച്ച് നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മോളെ നീ ഇതെന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 3 തവണ ചൊല്ലണേ, രാത്രിയും ചൊല്ലണേ, വാപ്പിക്കത് കേൾക്കണേ, ഉമ്മച്ചിക്കത് കേൾപ്പിച്ചേരണേ എന്നൊക്കെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും. അതങ്ങനെ പറഞ്ഞ് അവർ ഓരോ ദിവസവും ചെയ്യുന്നുണ്ടോന്ന് അവരെ ബുദ്ധിമുട്ടാകാത്ത രൂപത്തില് ആ രൂപത്തിൽ നമ്മുടെ സംസാരങ്ങളൊക്കെ ആയിട്ട് അവരെങ്ങനെ ചിട്ടയിൽ കൊണ്ടുവന്നാൽ അവർ പിന്നെ വഴിവഴക്കൂല. കാരണം മുത്തുനബി തങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്. ആ ദുആന്റെ ഫലം അത്രമേലുണ്ട്. ഞാനിത് പറഞ്ഞപ്പോ ഇനി 10 പറഞ്ഞു തീർക്കാൻ കഴിയുമെന്നറിയൂല, ഇടക്കതിന്റെ ഇടയിലേക്ക് വിഷയം കയറി വന്നതാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ എന്നുള്ള ചൊല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അത് 99 രോഗങ്ങൾക്ക് ശിഫയാണ്. അതിലേറ്റവും ചെറിയത് അത് മനോദുഃഖമാണ്, അവന്റെ മനസ്സിന് സംഭവിക്കുന്ന പ്രയാസങ്ങളാണ്, അവന്റെ മാനസിക വിഷമങ്ങളാണ്. അങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്തിയ ആ ദിക്ർ നമുക്കൊക്കെ അറിയാം 99 രോഗങ്ങൾക്ക് ശമനമാണെന്ന് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ദുആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാവിലെ 3 പ്രാവശ്യം അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ ചൊല്ലിയിട്ട് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വിർദുൽ ലത്തീഫിൽ ചൊല്ലുന്നതാണ് കേട്ടോ. സൂറത്തുൽ ഹശ്റിലെ ഒടുവിലത്തെ 3 ആയത്തുകൾ ഓതണം. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് വേണ്ടിയിട്ട് 70,000 മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. ആ വൈകുന്നേരം വരെ അവർ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യും. അന്ന് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രക്തസാക്ഷിയുടെ ഷഹീദിന്റെ പ്രതിഫലം അവര് ലഭിക്കും. വൈകുന്നേരം ചൊല്ലിയാലോ പ്രഭാതമാകുന്നത് വരെ, രാവിലെയാകുന്നത് വരെ അള്ളാഹു 70,000 മലക്കുകളെ പ്രത്യേകമായിട്ട് അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും. അങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അങ്ങനെ ആ രാത്രി ഉറക്കത്തിനിടയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ മജ്ലിസിൽ വെച്ച് വിർദുൽ ലത്തീഫിൽ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് രാത്രിയുടെ പ്രതിഫലം കിട്ടുന്നില്ല. കാരണം രാത്രി നമ്മൾ വിർദുൽ ലത്തീഫ് ചെല്ലാത്തതുകൊണ്ട് ഈ ഒരു ദുആഉം ദിക്റൊന്നും അതിൽ വരുന്നില്ല, ഹദ്ദാദിൽ വരുന്നില്ലല്ലോ. അപ്പോ രാത്രിയും കൂടെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. കഴിയുന്നവരൊക്കെ നമ്മളിപ്പോ പറഞ്ഞ ഏകദേശം ദിക്റുകളൊക്കെ വിർദുൽ ലത്തീഫിലുള്ളതാണ്. ഇതിൽ ചില ദിക്റുകൾ മാത്രമേ വിർദുൽ ലത്തീഫിൽ ഇല്ലാത്ത. അല്ലെങ്കിലും നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളൊക്കെ ക്രോഡീകരിച്ച ഓരോ വിർദുകളും എടുത്തു നോക്കിയാൽ, റാത്തീബുകൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ കാണാം ഇതേപോലെ വലിയ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകുന്ന എത്രയോ അദ്കാറുകളും ദുആകളും അല്ലെ. ഹദ്ദാദ് റാത്തീബിലെ ഓരോ ദിക്റുകളും ഇങ്ങനെ എടുത്തു നോക്കൂ, എത്രമേൽ മഹത്വമാണ്, എത്ര വലിയ വലിയ മഹാന്മാരാണ് അതിലെ ഓരോ ദിക്റുകളെ കുറിച്ചും വിവരിക്കാൻ വേണ്ടിയിട്ട് പേജുകൾ ചെലവഴിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമേറിയ ഈ ഒരു ദുആകൾ പതിവാക്കുക. അതേപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകൾ ഓതിയവന് അന്ന് രാത്രിയോ പകലോ മരിച്ചാൽ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു. 70,000 മലക്കുകൾ അവന് വേണ്ടിയിട്ട് അതിന്റെ ഇടക്ക് ദുആ ചെയ്യുന്നു. അതേപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതൊക്കെ തന്നെ അവൻ നബിതങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ഓരോ ആയത്തിന്റെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ഈ സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകളൊക്കെ കാണാതെ പഠിച്ച ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിന്റെ തുടക്കത്തിൽ ഒരു 3 തവണ അഊദു ബില്ലാഹിസ് സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചെല്ലേണ്ട ആവശ്യമുള്ളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ആവേശവും സന്തോഷമൊക്കെ ഉണ്ടോ? അല്ലാഹ് ഇതൊക്കെ ചൊല്ലണം, ഒരു ശുഭപ്രതീക്ഷ വരുന്നുണ്ടോ? എന്നാൽ നല്ല അടയാളമാണ്. നമുക്ക് അല്ലാഹു പകർത്താനും നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ തന്നെ അതിന് പ്രതിഫലം ലഭിക്കുന്ന അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ ഒരു ഗുണം നമുക്ക് അവിടെ എടുത്തു കാണിക്കാൻ സാധിക്കും. നമ്മളൊരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ, ആഗ്രഹിച്ചാൽ അത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി വെക്കും. ചെയ്യണം എന്നില്ല, ചെയ്താൽ വേറെ പ്രതിഫലം ഉണ്ടാകും. ചെയ്യണം എന്നില്ല, ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അല്ലാഹു അതിന്റെ പ്രതിഫലം നമുക്ക് നൽകും. നേരെ മറിച്ച് നമ്മളൊരു ദോഷം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന്റെ കുറ്റം നമുക്ക് അല്ലാഹു എഴുതൂല. അത് ചെയ്താൽ മാത്രമേ അതിന്റെ കുറ്റം എഴുതുള്ളൂ. ഇവിടെ ഇങ്ങനെ ചെയ്ത അള്ളാഹുവിനെ തിരിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്യാം. എങ്ങനെ? ഇവിടെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ടല്ലോ, എന്നിട്ട് ചെയ്താൽ വേറെയും പ്രതിഫലം ലഭിക്കും. അങ്ങനെയാണ് ഈ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ നമുക്ക് കുറ്റം ചാർത്തായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു അങ്ങേയറ്റത്തെ റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു റഊഫാണ്. മാക്സിമം തെറ്റുകളിൽ നിന്ന്, അത്തരം ശിക്ഷകളിൽ നിന്ന് സൃഷ്ടികളായി നമ്മെ മാറ്റി നിർത്തുകയാണ്. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.
അപ്പോ നമ്മൾ പറഞ്ഞത് സൂറത്തുൽ ഹശ്റിലെ അവസാന ആയത്തുകളെ കുറിച്ചാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി രാവിലെ 10 പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ പിശാചിൽ നിന്ന് വലിയ കാവൽ ലഭിക്കും അവന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്നുള്ള ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഭൗതികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങൾക്കും ധാരാളമാണ്. നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾക്ക് ഓരോ ദിവസം ഇറങ്ങുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് വലിയ ഫത്ഹ് ലഭിക്കാൻ കാരണമാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നേരം പുലർന്നു കഴിഞ്ഞാൽ മുത്തുനബി തങ്ങള് ദുആ ചെയ്യാറുള്ള ഒരു ദുആ ഉണ്ട്. ഹബീബായ തങ്ങളെ അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ദുആ ഉണ്ട്. നമ്മളെ വിർദുൽ ലത്തീഫിലെ നമ്മളത് ചൊല്ലാറുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെ എത്തുന്ന സമയത്ത്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു അടങ്ങറും പ്രയാസങ്ങളൊക്കെ ഉള്ള ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു അപകട സാധ്യതകളൊക്കെ ഉള്ള ഏരിയകളാണെന്ന് മനസ്സിലാകുമ്പോൾ, വല്ല ഷെറുകള് ശൈത്വാനിന്റെ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഏരിയകളിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദിക്ർ. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്താനും നമുക്കൊക്കെ ദിക്ർ കൊണ്ട് നമുക്കൊരു വെളിച്ചം നമ്മുടെ മുഖത്ത് വരാനുണ്ട്. ചില ആളുകളുടെയൊക്കെ മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ, മയ്യത്ത് കാണാൻ പോകുന്നവർ അവരെ നമ്മൾ മരണവീട് സന്ദർശിക്കുമ്പോൾ നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു ഈമാനിന്റെ പ്രഭ കാണാൻ ചിലരുടെയൊക്കെ മുഖത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും അയാളുടെ മുഖം അതുപോലെ പുഞ്ചിരി വിടർന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. പല മരണ സന്ദർഭത്തിലുള്ള അവസ്ഥകളെ സംബന്ധിച്ചും പല ആളുകളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ ഇന്നുവരെ, ആ ഹാജിയാർ ഇന്നുവരെ അങ്ങനെ പുഞ്ചിരിക്കുന്നത് കണ്ടിട്ടേയില്ല. ആ രൂപത്തിലാണ് മരണപ്പെട്ട് കിടക്കുമ്പോൾ പുഞ്ചിരിച്ച് കിടക്കുന്നതെന്ന്. ഈമാനികമായൊരു വെളിച്ചം ഏതു കറുകറുത്ത മുഖത്തും കാണാനുണ്ടാകും. അതാർക്കും നോക്കിയാലേ ആ ഈമാനികമായ ആ ഒരു വെളിച്ചം കാണാനും സാധിക്കും. അതൊക്കെ ഇത്തരം ദിക്റുകളെ കൊണ്ടാണ് നേടിയെടുക്കാൻ സാധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈമാൻ ഖബൂലാകണം. മരണപ്പെടുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിച്ച് തബസ്സുമിലായി പുഞ്ചിരിച്ച് ഈമാനോട് കലിമത്തു തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സുജൂദിലായിട്ട് മഹാന്മാരൊക്കെ അല്ലാഹുവിലേക്ക് അടുത്തതുപോലെ നമുക്ക് അടുക്കാൻ സാധിക്കണം. അതിന് നമ്മുടെ നാക്കുകളെ ദിക്റുകളെ കൊണ്ട് ധന്യമാകണം. ഹറാമിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഹറാം, വീടിന്റെ അകത്തളങ്ങളിൽ ഹറാം, കണ്ണുകളെ കൊണ്ട് ഹറാം കാണാനുള്ള സാഹചര്യങ്ങൾ എത്ര ഒഴിവാക്കിയാലും കണ്ണുകൾക്ക് മുമ്പിൽ വരുന്നു. എത്ര പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചവർ എഴുതി അറിയിക്കുക. അങ്ങനെ എഴുതിയതൊക്കെ നമ്മൾ വായിച്ചു നോക്കാറുണ്ട്. എല്ലാവർക്കും റീപ്ലൈ തരാൻ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ്. കാണുമ്പോൾ സന്തോഷമാകും. കാരണം നമ്മളെ ഇത്രയും സമയമെടുത്ത് അതിൻ്റെ ഹദീസുകളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ കൃത്യമായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ നേരിട്ട് വരാനുള്ളത്. ഞായറാഴ്ച 10 മണിക്ക് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വരാൻ പറ്റൂ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.